എന്ന് അറിയാലാവുമെന്ന്. അങ്ങനെ വന്നാലിപ്പോൾ അനിവാര്യത എന്ന് കരുതി മനസ്സിലാക്കാൻ വേണ്ടി ഒരു കൂടുതൽ ശ്രമിക്കല്ല എന്ന് വൃത്തിയില്ല. ചില പദപ്രയോഗങ്ങൾ വിഭ്രമാവസ്ഥയിൽ ചില ആളുകൾക്ക് വരും. ഞാനിപ്പോൾ തങ്ങളെ കണ്ട സന്തോഷത്തിൽ വലിയ ഒരവസ്ഥ ചിലപ്പോൾ വരാം. ചില സംഭവം ഉണ്ടാവില്ല, ഒരുപാട് കാലങ്ങളായി. ഉദാഹരണമായി തങ്ങളെ 25 കൊല്ലമായിട്ട് നമ്മുടെ ഈ നാട്ടിൽ എവിടെയുമില്ല, നമുക്ക് കാണാനും കഴിഞ്ഞില്ല. എപ്പോഴും ഒപ്പം നിന്നിരുന്ന ആളുകളാണ്. ആ ഒപ്പം നിന്നിരുന്ന ആ ആളുകളെ ഒരു 10-25 വർഷമായിട്ട് വേർപിരിഞ്ഞ ശേഷം, എന്തോ കാരണങ്ങളാൽ വേർപിരിഞ്ഞ ശേഷം വളരെ പെട്ടെന്ന് ഒരു കണ്ടുമുട്ടലുണ്ടാകുമ്പോൾ സന്തോഷത്തിൻ്റെതായ നിലക്കൊരു വിഭ്രമാവസ്ഥ ചിലപ്പം വരും. നമ്മൾ വീട്ടിലിരിക്കുന്ന നേരത്ത് വീട്ടിൽ എന്തോ ശുവലിലാണ്. ആ സമയത്ത് അടുക്കളയിൽ നിന്ന് തീപ്പൊരി പാറി വീടിൻ്റെ അകത്ത് വല്ല തീയുടെ അപകടമുള്ളൂ, തീ കത്തലുകളും വന്നു. അല്ലെങ്കിൽ വൈദ്യുതിയുടെ സർക്യൂട്ട് അങ്ങനെ തെറ്റിയിട്ടൊക്കെ വരുമല്ലോ, അങ്ങനെ വല്ല തീക്കത്തൽ വന്നു. ഭീതിയുടെ അടിസ്ഥാനത്തിൽ വിഭ്രമാവസ്ഥ വരും. ഇത്തരം വിഭ്രമാവസ്ഥകളിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, നമ്മുടെ വാക്കിൽ നിന്ന് ഒഴുകുന്നു, എന്ത് വാക്കിൽ നിന്ന് വരുന്നു, ഇതൊക്കെ അറിയാത്ത അവസ്ഥ വരും. ഇത് നമ്മളെല്ലാവരിലും സംഭവിക്കുന്നതാണ്. മധുവിധു ആഘോഷിക്കുന്ന വേളയിൽ, ദുർബലരായ മനുഷ്യന്മാരുടെ വേളയിൽ ചിലപ്പം വരുമല്ലോ, സന്തോഷത്തിൻ്റെ പേരിലുള്ള വിഭ്രമാവസ്ഥ ചിലപ്പം വരാം. ഏതെങ്കിലും മരണത്തിൻ്റെ വിരഹവേദനയിൽ സഹിക്കാൻ പറ്റാത്ത മരണത്തിൻ്റെ സമയത്താണെങ്കിൽ ചിലപ്പോൾ വിഭ്രമാവസ്ഥ വരാം. ഈ വിഭ്രമാവസ്ഥയ്ക്കിടയിൽ എന്തെങ്കിലും ചില വാചകങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ആലമുൻ മലക്കൂത്ത് എന്ന അതീന്ദ്രിയ ലോകത്തിലൂടെ സഞ്ചരിക്കുകയും മാനസികമായി അതിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ച് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ മേറാജിന്റെ രാത്രിയിൽ മുത്തുനബി തങ്ങൾ കണ്ട ആ കാഴ്ചകളെ കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്ത് കാണിച്ചു കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചുവോ ആ കാണിച്ചു കൊടുക്കപ്പെടുന്ന കാഴ്ചയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ എത്താതെ കണ്ണു തെറ്റിപ്പോയിട്ടില്ല, കാണേണ്ടതല്ലാത്തതിലേക്ക് കണ്ണു തെറ്റിപ്പോയിട്ടില്ല. കാണേണ്ടത് നല്ലപോലെ കാണുന്നതിൽ നിന്ന് മാറി അപ്പുറത്തെന്തെങ്കിലും കാണുമ്പോൾ കാണാൻ പാടില്ലാത്തതിലേക്ക് അതിക്രമിച്ചു കടന്നിട്ടുമില്ല. ഏതു സമയത്ത് എന്ത് കാണിച്ചു കൊടുക്കുന്നുവോ അതപ്പടി തന്നെ കണ്ണുകൊണ്ടും ശരിക്ക് അവിടുത്തെ മനസ്സുകൊണ്ടും കാണുന്നു. ഫറആഹു ഐനം വഫുആദം മർഹബാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാം വിസ്മരിക്കുന്ന തരത്തിലുള്ള ഒരു മഹാനുഭവമാണ് അള്ളാഹുവിൻ്റെ തിരുദർശനം. ആ തിരുദർശനം പരലോകത്ത് വെച്ചേ നമുക്കൊക്കെ കിട്ടൂ. മുത്തനബി അല്ലാത്ത ഏതു പടപ്പിനും ലഭ്യമാകൂ. അള്ളാഹു നമുക്കത് നൽകി സഹായിക്കുമാറാവട്ടെ. ആ തിരുദർശനം അള്ളാഹുവിൻ്റെ ഹബീബിന് മിഅ്റാജിന്റെ രാത്രിയിൽ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നവരാണ്. പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ആ ഉണ്ടായ ദർശനത്തെക്കുറിച്ച് മഹാനായ ഉമറുൽ ഖാദി എന്നവർ വിശുദ്ധ ഖുർആന്റെ ഈ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് മഹാൻ പറഞ്ഞത് ഫറആഹു ഐനം വഫുആദാ. കണ്ണുകൊണ്ടും മനക്കണ്ണുകൊണ്ടും അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിനെ കണ്ടു. മനക്കണ്ണിന് വിഭ്രമം ബാധിച്ചില്ല, കണ്ണിനും തെറ്റിപ്പോയില്ല. ശരിക്ക് കണ്ണുകൊണ്ട് കണ്ട് അത് ശരിക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ സാധിച്ച മുഹമ്മദ് മുസ്തഫ തങ്ങളെപ്പോലുള്ള മനസ്സല്ലാത്ത അതിന് താഴെയുള്ള ഏതു മനസ്സിനും ഇത്തരം വിഭ്രമാവസ്ഥകൾ തെല്ലിട നേരമെങ്കിലും സംഭവിക്കും. അതുകൊണ്ടാണ് ഒരാൾ ഉയർന്നു ഏതൊരാളുടെ പദവിയിലും കൽബിലുമെത്തിയാലും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽബിലെത്താൻ ആർക്കും കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ സൂഫിവര്യന്മാർ പ്രത്യേകം പറയുന്നത്. ജിബ്രീലിന്റെ കൽബുള്ളവരുണ്ട്, മീകായിലിന്റെ കൽബുള്ളവരുണ്ട്, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ കൽബുള്ളവരുണ്ട്. ഔലിയാക്കന്മാർ ഉയർന്ന് കുതുബ് എന്ന പദവിയിലേക്ക് ഒരു പ്രത്യേക വിഭാഗം ഔലിയാക്കന്മാർ ഈ ലോകത്ത് അല്ലാഹു തആല ആദരിച്ചുകൊണ്ട് നിർത്തുന്ന 4000 ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ അവരുടെ അധ്യക്ഷരായിരിക്കുന്ന ഒരു കാലത്തെ മഹാനാണ്, ഒരു സമയത്തെ മഹാനാണ്, ചിലപ്പോൾ അത് ഏതാനും സെക്കൻഡിലാകാം, അങ്ങനത്തെ മഹാനാണ് കുതുബ്. ആ കുതുബിന്റെ മനസ്സ് വരെ പണ്ഡിതന്മാർ പറയുന്നതും ഹദീസുകളിൽ പറയുന്നത്, ആ ഹദീസുകൾ നമ്മുടെ ഹദീസ് നിരൂപണ ശാസ്ത്രത്തിൽ അത്ര പ്രബലമല്ലെങ്കിലും അത്തരം ഹദീസുകൾ വിവരിക്കുന്നത് അലാ ഖൽബി ഇസ്രാഫീൽ, ഇസ്രാഫീലിന്റെ ഹൃദയം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയമില്ല. ആദം നബിയുടെ ഹൃദയം പറയുന്നു, ഇബ്രാഹിം നബിയുടെ ഹൃദയം പറയുന്നു, മൂസാ കലീമുല്ലാഹിയുടെ ഹൃദയം പറയുന്നു,
ഈസാ റൂഹുള്ളാഹിയുടെ ഹൃദയം പറയുന്നു. അക്കൂട്ടത്തിൽ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഹൃദയം പറയാത്തതിന് കാരണം തങ്ങളുടെ ഹൃദയത്തോളം ആ ഹൃദയത്തിന്റെ വിശുദ്ധിയോളം എത്തുന്ന മറ്റൊരു ഹൃദയമില്ല. അതൊരു നിസ്തുല മുത്താണ്. അതിന് താഴെയായി അല്ലാഹു തആലാന്റെ പടപ്പുകളിൽ ഇസ്രാഫീലിന്റെ കരുത്തുറ്റ ഹൃദയം വരെ ഉയരാൻ അല്ലാഹു തആല ആദരിച്ചിട്ടുള്ള ചില മഹത്തുക്കൾക്ക് ഹിദായത്തിന്റെ നൂറും മഅരിഫത്തിന്റെ നൂറും അല്ലാഹു തആല നൽകിയാൽ എത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള മഹത്തുക്കളുടെ ഹൃദയമൊന്നും ആകാത്ത ചില ആളുകൾക്ക് വിഭ്രമാവസ്ഥ സംഭവിക്കാം. അമ്പിയാക്കന്മാരിൽ ആർക്കും ഈ വിഭ്രമാവസ്ഥ ഈ രീതിയിൽ സംഭവിച്ചില്ല. ഉൾക്കൊള്ളാൻ പറ്റാത്തത് വരുമ്പോൾ അവർ വീഴുകയേ ചെയ്യൂ. അവർ വീഴും. വഖറ മൂസ സ്വൈഖാ. അവർക്ക് പിന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വരുമ്പോൾ ഈ ലോകത്തെ ബോധത്തിൽ നിന്ന് മാറും. അങ്ങനെ ഒരു സംഭവം അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് വരുമെന്നല്ലാതെ വിഭ്രമാവസ്ഥയിൽ എന്തെങ്കിലും പറയുന്ന ഒരവസ്ഥ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് വരില്ല. ഔലിയാക്കളിൽ ചിലർക്ക് വരാം. അതിൽപ്പെട്ടതാണ് മൻസൂർ ഹല്ലാജ് അനൽ ഹഖ്. ഞാനാണ് പടച്ചോന്നാണ് ഇതിന് പരിഭാഷപ്പെടുത്തിയാൽ പറയാം. ഞാനാണ് പടച്ചോന്നൊരു ഔലിയ പറഞ്ഞാൽ മൂല്യന്മാർ വെറുതെക്കുവോ? മൂല്യന്മാർ വെറുതെക്കുവോ? അനൽ ഹഖ് എന്നാണ് പറഞ്ഞാൽ എത്ര ആൾ ഉയർന്നു അബൂ യസീദ് അൽ ബിസ്താമി എന്നവരിൽ നിന്ന് വന്നുപോയ വാചകം എല്ലാവരും പറയുന്നു. അത് വന്ന വാചകമാണെന്നതിൽ ആർക്കും തർക്കമില്ല. സുബ്ഹാനി, സുബ്ഹാനല്ലാ എന്ന് നമ്മൾ പറയുന്ന സ്ഥാനത്ത് സുബ്ഹാനി എന്ന് അദ്ദേഹം പറഞ്ഞാൽ മൂല്യന്മാർ വെറുതെക്കോ? സുബ്ഹാനി എന്ന് പറഞ്ഞാൽ ഞാനാണ് പരിശുദ്ധൻ എല്ലാ നഖായിസുകളിൽ നിന്നുമല്ലേ. സുബ്ഹാനല്ലാ എന്ന് നമ്മൾ പറയുന്നത് ദിക്റിന് പകരം സുബ്ഹാനി എന്ന് പറയാമോ? അദ്ദേഹത്തിൽ നിന്ന് വന്നുപോയി. ഇങ്ങനെയുള്ള മഹത്തുക്കളിൽ നിന്ന് പലതും വന്നു പോകുമ്പോൾ മഹാനായ ഇബ്നു അറബി എന്നവരിൽ നിന്നാവട്ടെ വിജ്ഞാന രംഗത്ത് അദ്ദേഹം വിശുദ്ധമായ ആയത്തുകളെയും മറ്റും വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ മാനത്തിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിന് വെളിച്ചപ്പെടുന്ന അത്രയും അറിവുകളും മറ്റും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗന്ധങ്ങളിൽ നിന്ന് പലർക്കും വായിച്ച് കിടക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഉദ്ധരണികളും മൊഴികളും പെറുക്കിയെടുക്കാൻ പറ്റിപ്പോയി. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇങ്ങനെയുള്ളവരിൽ നിന്ന് സംഭവിച്ചപ്പോൾ പണ്ഡിതന്മാരിൽ അവരെ എതിർത്തവരുണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും നാം കേരളീയർ എത്രയോ ഭാഗ്യവാന്മാരാണ്. നമ്മൾ ഇത്തരത്തിലുള്ള മഹാന്മാരിൽ ആരെയും ചെറുതാക്കാൻ പോയിട്ടില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സരണിയിൽ ജീവിക്കുന്ന നമ്മുടെ കേരളത്തിലെ എല്ലാ ഉലമാ സംഘടനകളിലുള്ളവരും മൻസൂർ ഹല്ലാജിനെ അംഗീകരിക്കുന്നവരാണ്. ഇബ്നുൽ ഫാരിദ് എന്നവരെ അംഗീകരിക്കുന്നവരാണ്. ഇബ്നു അറബിയെ അംഗീകരിക്കുന്നവരാണ്. അബൂ യസീദ് അൽ ബിസ്താമിയെ അംഗീകരിക്കുന്നവരാണ് റളിയല്ലാഹു അൻഹും. ഈ മഹത്തുക്കൾക്ക് ആദരവുറ്റ പ്രാർത്ഥന നടത്തുന്ന നമ്മൾ എന്താണ് ഇതിന് കാരണം? ആക്ഷേപിക്കുന്ന പണ്ഡിതന്മാരുടെ റൂട്ടിലൂടെയല്ലായിരുന്നു നമ്മുടെ സഞ്ചാരം. ആക്ഷേപിക്കുന്നവരുടെ റൂട്ടിലൂടെയല്ല നമ്മുടെ സഞ്ചാരം. നമ്മെ വഴി നടത്തിയത്, കേരള ജനതയെ വഴി നടത്തിയത്, ദീനിന്റെ ഏതൊരു വിഷയത്തിലും വഴി നടത്തിയത് പൊന്നാനിയിലെ മഹോന്നതരായ ഉലമാക്കളായിരുന്നു. മഖ്ദൂമി പാരമ്പര്യത്തിലുള്ള വലിയ വലിയ മഹത്തുക്കൾ ആരാണോ കേരളത്തിൽ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് പൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇൽമു പകർന്നും ഇൽമു പഠിപ്പിച്ചുകൊണ്ടും ഇൽമു വിശദീകരിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും ഇരുന്ന മഹാന്മാർ, ആ മഹാന്മാരിലൂടെയാണ് ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏത് വിജ്ഞാന ശാഖകളും ത്. ആ വിജ്ഞാന ശാഖകളിലെ ഇമാമുകളെ നമ്മൾ പരിചയപ്പെട്ടത്, ആ വിജ്ഞാന ശാഖകളുടെ സ്വഭാവവും ശീലവും നമ്മൾ മനസ്സിലാക്കിയത് മഖ്ദൂമുമാരിൽ നിന്നാണ്. ആ മഖ്ദൂമുമാരിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അബൂ യസീദ് അൽ ബിസ്താമിയെയും മൻസൂർ ഹല്ലാജിനെ പോലുമുള്ള മഹാത്മാക്കളെ വരെയും മഹാത്മാക്കളിൽ മഹാത്മാക്കളായി വിവരിച്ചവരാണവർ. ഏറ്റവും കഠിനമായി ആക്ഷേപിക്കപ്പെടുന്നവരെ പോലും വളരെ മുന്തിയ രീതിയിലാണ് നമ്മുടെ ഉലമാക്കൾ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അപകടത്തിൽപ്പെടാതിരിക്കാൻ പറ്റുന്ന വിധം ഈ വിജ്ഞാന ശാഖകളെ അതതിൻ്റെ നിലത്തിലും തലത്തിലും നിർത്തിക്കൊണ്ട് ഏത് വിജ്ഞാന ശാഖ ആദ്യം പഠിക്കണം, ഏത് വിജ്ഞാനത്തിന് മുൻഗണന നൽകണം, ഏതു വഴിക്കാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നിതുപോലുള്ള ചിട്ടകളും നമ്മുടെ മഖ്ദൂമി പാരമ്പര്യത്തിലുള്ള ഉലമാക്കന്മാർ നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് മൊത്തമായും അവരെ നിയന്ത്രിക്കുന്ന ഉലമാക്കൾക്ക് പ്രത്യേകമായും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മളെ കേരളത്തിലെ ഉലമാക്കളെ ഉത്തരേന്ത്യയിലെ പണ്ഡിതന്മാരുടെ രൂപത്തിലേക്ക് നമ്മൾ ഒരിക്കലും പരിചയപ്പെടുന്നില്ല. പഴയവർ നോക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനുണ്ടെങ്കിൽ ആ പണ്ഡിതന്റെ വിവരം കേൾക്കുമ്പോൾ ഉടനെ നമുക്ക് കേൾക്കാം ഒരു വലിയ ഡിഗ്രി, ആ ഡിഗ്രിക്കൊപ്പം വേറൊരു ഡിഗ്രി, അൽ ഖാദിരി, അൽ ചിശ്തി, അൽ നൂരി എന്നിങ്ങനെ പല ഡിഗ്രി കേൾക്കൂലേ. ഇത് ഉത്തരേന്ത്യയിലെ സാധാ പണ്ഡിതന്മാർക്ക് കേൾക്കും.
ഉത്തരേന്ത്യയിലെ സാധാ പണ്ഡിതന്മാർ, ചില അറബ് വിദേശ രാജ്യങ്ങളിലെ പണ്ഡിതന്മാർ, ഇവിടെയൊക്കെ ഏതൊരു സാധാ മൂല്യർ, നമ്മളെ നാട്ടിലുള്ള ഡിഗ്രി മൂല്യരാണോ അവരെ പരിചയപ്പെടുത്തുമ്പോൾ അൽ ആലിമുൽ ഫാദിൽ ഫുലാൻ ഫുലാൻ അൽ ഖാദിരിയു അൽ ചിശ്തിയു എന്നിങ്ങനെ എന്തെങ്കിലും ഒരു വാൽനാമം കൊടുക്കും. നമ്മളെ കേരളത്തിലെ പൊന്നാനി ഉലമാക്കന്മാരിൽ നിന്ന്, ആ സിൽസിലയിലൂടെ വളർന്നവരിൽ നിന്ന് ആരെങ്കിലും ഈ വിധത്തിൽ വാഴ്ത്തപ്പെട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അവർക്ക് ഖാദിരി അല്ലാഞ്ഞിട്ടാണോ? ചിശ്തി അല്ലാഞ്ഞിട്ടാണോ? ഈ ത്വരീഖത്തുകളിലൂടെയുള്ള വിജ്ഞാനങ്ങളോ കൈത്തുടർച്ചകളോ ഇജാസത്തുകളോ മഹത്വങ്ങളോ ഇവർക്ക് നേടാഞ്ഞിട്ടാണോ? അല്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നമുക്ക് പരിചയമുള്ള തലമുറയിലെ ഉലമാക്കൾ, നമ്മുടെ അഭിവന്ദ ഗുരു ബഹുമാനപ്പെട്ട താജുൽ ഉലമ ശൈഖുന സദഖത്തുല്ലാ മുസ്ലിയാർ അവർകൾ, അവരുടെ പേരിലാണ് ജാമിയ വഹബിയയുടെ ഗോൾഡൻ ജൂബിലി നമ്മൾ ആഘോഷിക്കുന്നത്. ആ മഹാനായ പണ്ഡിതനെ താജുൽ ഉലമ ശൈഖുന ഫുലാൻ എന്ന പേരിനപ്പുറം അൽ ഖാദിരിയു അൽ ചിശ്തിയു അശാദുലിയു എന്നൊന്നും പറയാറില്ല. ഈ മഹത്തായ സരണികളിലൂടെയുള്ള പാരമ്പര്യം അവർക്കില്ലാഞ്ഞിട്ടല്ല. ബഹുമാനപ്പെട്ട മൗലാന അൽ മർഹൂം ഇ കെ അബൂബക്കർ മുസ്ലിയാർ അൽ ഖാദിരിയു അൽ ചിശ്തിയു അശാദുലിയു എന്നൊന്നും അവരും പറയാറില്ല. ഉണ്ടോ? നമ്മുടെ ദക്ഷിണ കേരളത്തിലെ റഈസുൽ ഉലമ ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ മുസ്ലിയാർ അൽ ഖാദിരിയു അൽ ചിശ്തിയു എന്നൊന്നും നമ്മൾ പറയാറില്ല. ദക്ഷിണ കേരളത്തിലെ യൂനുസ് കുഞ്ഞ് മുസ്ലിയാർ, ഉമർകുട്ടി മുസ്ലിയാർ തുടങ്ങിയിട്ടുള്ള മഹത്തുക്കളായ വലിയ വലിയ പണ്ഡിതന്മാർ മലബാറിൽ നിന്നും മലബാറിലെ ഉലമാക്കളിൽ നിന്നും പൊന്നാനി പാരമ്പര്യത്തിലൂടെ ഇൽമു നേടിയിട്ടുള്ള മഹത്തുക്കളായ ഉലമാക്കന്മാർ ആരെയും ആ വിധത്തിൽ വാഴ്ത്തപ്പെടാത്തത് അവർക്ക് ആ വിധത്തിൽ വാഴ്ത്തപ്പെടാനുള്ള അർഹതയില്ലാത്തത് കൊണ്ടല്ല. പിന്നെന്തുകൊണ്ടാണ്? അത്തരം വാൽനാമങ്ങൾ അപകടം ചെയ്യുമെന്നും അത് ജനങ്ങൾക്ക് തെറ്റായ സന്ദേശങ്ങളോ തെറ്റായ മാർഗദർശനങ്ങളോ നൽകുമെന്നതുകൊണ്ടുമാണ് നമ്മുടെ പൊന്നാനി ഉലമായിൽ ഈ വിധത്തിലുള്ള ടൈറ്റിലുകളിൽ നിന്നെല്ലാം മാറിയിട്ട് ഉലമാക്കളെ അതിൻ്റെതായ രീതിയിൽ, അറിവിൻ്റെതായ രീതിയിൽ ഘട്ടം ഘട്ടമായി ഓരോ തലങ്ങളിലെത്തുമ്പോൾ ആ തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള രീതിയിൽ നമ്മുടെ ഉലമാക്കന്മാർ വളർത്തി വന്നത്. ഇത് നമ്മുടെ പൊന്നാനി ഉലമാഇന്റെ മാർഗദർശനമാണ്. അവർ ഈ വിഷയത്തിൽ അറിവില്ലാത്തവരല്ലല്ലോ. നിങ്ങൾ നോക്കൂ, പൊന്നാനിയിലെ ജുമുഅത്ത്